സർ നമസ്കാരം. നമസ്കാരം. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്ന വിഷയം കോൺഗ്രസിന് അധികാരം കിട്ടുകയാണെങ്കിൽ, UDF അധികാരം കിട്ടുകയാണെങ്കിൽ ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളതാണ്. ഭരണം കിട്ടുന്നതിന് മുമ്പ് അല്ല എന്നുണ്ടെങ്കിൽ UDF ജയിക്കുമോ ഇല്ലയോ വോട്ട് എണ്ണുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിൽ ഒരു ചർച്ച വരുന്നത് അനുചിതം തന്നെയാണ് എന്ന് മുസ്ലിം ലീഗ് അടക്കമുള്ള UDF ഘടകകക്ഷികൾ പരസ്യമായി തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു. ആരായാലും ഞങ്ങൾ ഇതിൽ പക്ഷം പിടിക്കുന്നില്ല എന്ന് ഇന്നലെ കുഞ്ഞാലിക്കുട്ടി, ലീഗിൻ്റെ പരമോന്നത നേതാവായ കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു. അതായത് കോൺഗ്രസിനകത്ത് ഈ ചക്കളത്തിപ്പോര് ഞങ്ങൾക്ക് കൂടി അലോസരം ഉണ്ടാക്കുന്നു എന്ന തരത്തിൽ തന്നെയാണ് അദ്ദേഹം പ്രതികരിച്ചത്. ഇത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും നമുക്ക് മനസ്സിലായത്. എന്നാൽ ഇവിടെ പൊതുവെ എല്ലാവരും ചർച്ച ചെയ്യുന്ന ഒരു വിഷയമുണ്ട്, ആരായിരിക്കണം മുഖ്യമന്ത്രി എന്നുള്ളത്. എന്നാൽ എങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം ഇനി കേരളം ഭരിക്കേണ്ടത് എന്ന് ആരും ചർച്ച ചെയ്യുന്നില്ല. കൂട്ടത്തിൽ ഒന്നുകൂടി പറഞ്ഞുകൊള്ളട്ടെ, കൃത്യമായ പിണറായി വിരുദ്ധ വികാരം, ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നതിനാൽ തന്നെയാണ് കോൺഗ്രസ് അല്ലെങ്കിൽ UDF വൻപിച്ച ഭൂരിപക്ഷത്തോടു കൂടി വീണ്ടും അധികാരത്തിൽ വരാൻ സാധ്യത എന്ന് പറയുമ്പോൾ, മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ ഭരണത്തിൽ മുഖ്യമന്ത്രി എന്ന രീതിയിൽ ചില പോരായ്മകൾ ഉണ്ട് എന്ന് തന്നെയാണല്ലോ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുക. പിണറായി വിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ, ഭരണവിരുദ്ധ വികാരം എന്ന് പറയുമ്പോൾ, മന്ത്രിസഭയെ നിയന്ത്രിക്കുന്ന, മന്ത്രിസഭയുടെ തലവൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മുഖ്യമന്ത്രിക്ക് ചില അപാകതകൾ സംഭവിച്ചിരിക്കുന്നു, ഭരണവൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു, നയവൈകല്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഭരണവിരുദ്ധ വികാരം നാട്ടിലുണ്ട്, പിണറായി വിരുദ്ധ വികാരം നാട്ടിലുണ്ട് എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിയുടെ ശൈലി ശരിയല്ല. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം ഇനി മുന്നോട്ട് വരേണ്ടത്, കേരളത്തെ നയിക്കേണ്ടത്? വീണ്ടും 48 കാറിന്റെ അകമ്പടിയോടുകൂടി സഞ്ചരിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കണോ? അതോ മാധ്യമങ്ങളെ കാണുമ്പോൾ കടക്ക് പുറത്ത് എന്ന് ആക്രോശിക്കുന്ന മുഖ്യമന്ത്രി ആയിരിക്കുമോ? അല്ലെങ്കിൽ സാധാരണ പൗരന്മാരുടെ സ്വത്തിനും ജീവനും സംരക്ഷണം കൊടുക്കേണ്ട മുഖ്യമന്ത്രി എവിടെയെങ്കിലും എത്തുമ്പോൾ സർ എനിക്കൊരു ചോദ്യമുണ്ട് എന്ന് പറയുമ്പോൾ അത് വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന മുഖ്യമന്ത്രി ആയിരിക്കണോ? അല്ലെങ്കിൽ ഈ പറയുന്നതെല്ലാം ചെറ്റത്തരമാണ് എന്ന് മുഖത്ത് നോക്കി പറയുന്ന മുഖ്യമന്ത്രിയാണോ? ഇത്തരത്തിൽ ഒരു മുഖ്യമന്ത്രി ഇനി വേണ്ട എന്നുള്ളൊരു തീരുമാനമാണല്ലോ ജനങ്ങൾക്കുള്ളത്. അങ്ങനെയെങ്കിൽ ഏത് തരത്തിലുള്ള ഒരു മുഖ്യമന്ത്രി ആയിരിക്കണം ഇനി കേരളത്തെ നയിക്കേണ്ടത് എന്നുള്ളതാണ് ജനങ്ങളുടെ സംശയം. എന്റെയും സംശയം അത് തന്നെയാണ്. ദീർഘകാലം രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ഒരു വ്യക്തി എന്ന രീതിയിൽ, ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രീതിയിൽ ഇക്കാര്യത്തിൽ താങ്കളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്താണ് ഈ വിഷയത്തിൽ താങ്കൾക്ക് പറയാനുള്ളത്? ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള കളി ഇപ്പോൾ ഞാൻ ഭയപ്പെടുന്നത്, എങ്ങനെയാണോ കോടാനുകോടി രൂപ മുടക്കി പിണറായി വിജയൻ്റെ CM ഓഫീസ്, ആ ഗ്രൂപ്പ്, മാർക്സിസ്റ്റ് പാർട്ടിയുടെ CM ഗ്രൂപ്പ് അല്ലെ CM ഓഫീസ് ഗ്രൂപ്പ് എന്താണ് ചെയ്തത്? അതായത് മുഴുവൻ മാധ്യമങ്ങളെയും വിലക്കെടുക്കുകയായി. ഇലക്ഷൻ അടുത്തപ്പോഴത്തേക്ക് മുഴുവൻ മാധ്യമങ്ങളും, ഏറെക്കുറെ ഏഷ്യാനെറ്റ് ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിന് അനുകൂലമായി, അല്ലെങ്കിൽ രൂക്ഷമായ വിമർശനങ്ങളിൽ നിന്നും വഴിമാറിപ്പോയി. പണ്ട് ചെങ്ങമ്പുഴ പാടിയ പോലെ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം പൂത്ത മരങ്ങൾ എന്ന് മാത്രം എന്ന് പറയുന്ന പോലെ ഇപ്പോൾ ഈ ഇലക്ഷൻ കാലമായപ്പോൾ എവിടെ തിരിഞ്ഞെന്ന് നോക്കിയാലും അവിടെ എല്ലാം മുഖ്യമന്ത്രി ബഹുമാന്യനായ പിണറായി വിജയന്റെ പുഞ്ചിരിക്കുന്ന മുഖം കാണുന്ന വലിയ വലിയ ഫ്ലക്സുകൾ, കൂറ്റൻ ഫ്ലക്സുകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഇതാണോ സാർ ഉദ്ദേശിച്ചത്? അത് തന്നെയാണ് ഉദ്ദേശിച്ചത്. ആ രീതിയിലാണ് കോൺഗ്രസ് പോകുന്നതിൻ്റെ പറയാൻ കാരണം. ഇന്നലെ ഇപ്പോൾ 2-3 പേര് വിളിച്ചു പറഞ്ഞു, ഈ വൈകുന്നേരം 4 മണി തൊട്ട് തുടങ്ങിയ ഏഷ്യാനെറ്റിൻ്റെ ബുള്ളറ്റിൻ, ഏഷ്യാനെറ്റ് ഉള്ളതിൽ നമുക്ക് ഡിപ്പെൻഡബിൾ ആണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരു മാധ്യമം, ബുള്ളറ്റിനിൽ ബൈറ്റായിട്ട് തുടർച്ചയായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന KC വേണുഗോപാലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റാണ്. കോൺഗ്രസ് പ്രവർത്തകർ അച്ചടക്കം പാലിക്കണം, മുഖ്യമന്ത്രി സ്ഥാനം തെരുവിൽ ചർച്ച ചെയ്യാൻ പാടുള്ളതല്ല എന്ന് KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി ഇങ്ങനെ തുടർച്ചയായിട്ട് മണിക്കൂർ 1, 2, 3 പല ബുള്ളറ്റിനുകളിൽ തുടർച്ചയായിട്ട് കാണിക്കുകയാണ്. അത്രയും മാത്രം രാഷ്ട്രീയ പ്രാധാന്യമുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റാണോ KC വേണുഗോപാൽ നടത്തിയത്? അത്രയും മാത്രം രാഷ്ട്രീയ പ്രാധാന്യമുള്ള, നാളെ കോൺഗ്രസിൻ്റെ ഔദ്യോഗികമായി അഭിപ്രായം പറയുന്ന, കേരളത്തിലെ കാര്യങ്ങൾ പറയുന്ന നേതാവ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ നാളെ ഭാവി മുഖ്യമന്ത്രി എന്നുള്ള രീതിയിലുള്ള പ്രൊജക്ഷൻ കൊടുക്കുന്നതിൻ്റെ ആദ്യ ഭാഗമായിട്ടാണ് ഞാൻ ആ വെളിപ്പെടുത്തലിനെ കാണുന്നത്. ഇവിടെ താങ്കൾ സംസാരിച്ച പോലെ എന്തായിരിക്കണം മുഖ്യമന്ത്രി ഉള്ളതിനെക്കുറിച്ച് ആരെങ്കിലും ചർച്ച ചെയ്തിട്ടുണ്ടോ? എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം? 2-3 ചെറിയ ചോദ്യങ്ങളുണ്ട്. നിങ്ങൾ നിയമസഭയിൽ ഉയർത്തിയ, കോൺഗ്രസ് ഇപ്പോൾ വേണുഗോപാൽ ഉൾപ്പെടെ പത്രപ്രസ്ഥാനങ്ങളിൽ കൂടെ ഉയർത്തിയ അഴിമതി ആരോപണങ്ങൾ, അതിനെക്കുറിച്ച് നിങ്ങൾ അന്വേഷിക്കൂ
ഏറ്റവും ബേസിക് ചോദ്യമാണ്. ലാവലിംഗ് കേസ് സജീവമായി നിങ്ങൾ പെർസീവ് ചെയ്യുമോ? ഒന്ന്. രണ്ട്, PSC നിയമനങ്ങളിൽ PSC മെമ്പർമാരെ കൂടുതൽ നിയമിക്കുകയും കൂടുതൽ ശമ്പള വർധന കൊടുക്കുകയും ചെയ്തതിനെ നിങ്ങൾ തിരിച്ചു ചോദ്യം എല്ലാ പാർട്ടിക്കാർ തന്നെ. രണ്ടാമത്തത്, ഓരോ സ്റ്റേജിലും ഇവർ യൂണിവേഴ്സിറ്റി തലത്തിൽ യൂണിവേഴ്സിറ്റി അധ്യാപകരെ നിയമിക്കുന്ന കാര്യത്തിൽ PSC ടെസ്റ്റ് നടത്തുന്ന കാര്യത്തിൽ കാണിച്ചിരിക്കുന്ന കള്ളത്തരങ്ങൾ തിരുത്താൻ ശ്രമിക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ടെമ്പററി വേക്കൻസി എന്ന് പറഞ്ഞാൽ ഇവരുടെ ആൾക്കാരെ എല്ലായിടത്തും കൊണ്ടുവന്നിരിക്കുക. സാർ, കൂട്ടത്തിൽ ഒന്നുകൂടി ചേർത്ത് പറഞ്ഞോട്ടെ, PSCയിൽ റാങ്ക് ഹോൾഡേഴ്സിനെ പോലും ജോലിയില്ലാത്ത അവസ്ഥയിലേക്ക് കൊണ്ടു ചെന്ന് എത്തിച്ചിരിക്കുന്നു. ആദ്യത്തെ കുറേ പേർക്കെങ്കിലും ജോലി കൊടുക്കാൻ പഴയ നിയമനങ്ങൾ തെറ്റായിരുന്നു എന്ന് പരസ്യമായിട്ട് പറയുകയും അതിന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ ശിക്ഷിക്കുകയും വേണ്ടേ? ഇപ്പോൾ നമ്മുടെ കാലടി സർവകലാശാല വരുന്നുണ്ട്, നിങ്ങൾക്ക് ധൈര്യമുണ്ടോ ഇപ്പോൾ പറയാൻ? വൈസ് ചാൻസലറുടെ ദിവസം കാലാവധി കഴിഞ്ഞിട്ടും നിയമനോത്തരവ് ഒപ്പിട്ടു പലരുടെയും, അവരിപ്പോഴും സർവീസിലുണ്ട്. അവരെ നിങ്ങൾ എന്ത് ചെയ്യും? സാർ, ഇവിടെ ഇവരുടെ അപ്പോൾ ഇത് ജനങ്ങളോട് പറയണം, അത്രേ നമ്മൾ ആഗ്രഹിക്കുന്നു. ഇത് ജനങ്ങളോട് പറയാൻ പറ്റുന്ന പറയുകയും ജനങ്ങളെ ബോധ്യപ്പെടുത്തണം. ഞാൻ ഇന്നത് ചെയ്യും എന്ന് പറയണം, വേണുഗോപാൽ പറയണം. സാർ, ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു 5 വർഷത്തിനുള്ളിൽ കേരളം വൃദ്ധസദനമായി മാറും എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അതായത് ചെറുപ്പക്കാർ ആയ കുട്ടികളെല്ലാവരും തന്നെ പുറത്തേക്കാണ് പഠിക്കാൻ പോകുന്നത്. കേരളത്തിൽ പഠിച്ചത് കൊണ്ടോ അവർക്ക് യാതൊരു തരത്തിലും ആ പഠനം കൊണ്ട് അവരുടെ ഉപജീവനത്തിന് വേണ്ടിയുള്ള മാർഗ്ഗങ്ങളില്ല, അവർക്ക് തൊഴിലവസരങ്ങളില്ല. കോടിക്കണക്കിന് രൂപ മുടക്കി പഠിച്ചുകൊണ്ട് യാതൊരു വിശേഷമില്ല. സ്വാശ്രയ കോളേജിൽ പോയി പഠിച്ചാലും അവർക്ക് ജോലിയില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ പലരും വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നു, ഇല്ലാത്ത പണം ഉണ്ടാക്കി അവിടെ ചെന്ന് അവർ പഠിക്കുന്നു. അവിടെ തന്നെ അവർക്ക് ജോലി കിട്ടാനുള്ള സൗകര്യമുണ്ട്. കുറേ കഴിഞ്ഞ് അവർ ഇവിടെ നിന്ന് ആ നാട്ടിലേക്ക് തന്നെ സെറ്റിൽ ആവുന്നു. ഇവിടെ അച്ഛനും അമ്മയും വൃദ്ധരായ മാതാപിതാക്കൾ മാത്രം. ഇപ്പോൾ തന്നെ കേരളത്തിലെ പല ജില്ലകളിലും, തിരുവല്ല ഉൾപ്പെടെയുള്ള പല ജില്ലകളിലും, ഞാൻ ഏതെങ്കിലും ജില്ലയെ ആക്ഷേപിക്കുന്നതല്ല, പലപ്പോഴും അവിടെ ഈ വൃദ്ധന്മാരുടെ കണക്കിലെടുക്കുമ്പോൾ യുവാക്കൾ അവിടെ ഇല്ല, എല്ലാവരും പഠിക്കാൻ വേണ്ടി പുറത്തുപോയി അവിടെ സെറ്റ് ചെയ്തിരിക്കുന്നു. ഈ ഒരു ദുരവസ്ഥ കേരളത്തിൽ സൃഷ്ടിച്ചത് ആരാണ്? ഇത് മാറണം. കേരളത്തിൽ തന്നെ കുട്ടികൾക്ക് പഠിക്കാനും കേരളത്തിൽ തന്നെ തൊഴിലവസരങ്ങൾ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഇനി വരുന്ന ഭരണാധികാരികൾക്ക് സാധിക്കണം. ആരോഗ്യ മേഖല നമ്പർ 1 എന്ന് പറയുമ്പോഴും ഇപ്പോഴും എന്താണ് രോഗികൾ മരിക്കുന്നതിൽ ഈ അടുത്ത ദിവസം വരെ അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടായി. അത് ഏതെങ്കിലും ഒരു സർക്കാരിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി പറയുന്നതല്ല. ഇവിടെ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ ജീവിത സൗകര്യങ്ങൾ അഭിവൃദ്ധിപ്പെടുത്തേണ്ട രീതിയിലേക്ക് കാര്യങ്ങൾ മാറണം. ഏത് മുന്നണി ഭരിച്ചാലും ഏത് മുഖ്യമന്ത്രി വന്നാലും കേരളത്തിലെ ജനങ്ങളുടെ, ചെറുപ്പക്കാരുടെ ജീവിതത്തിന് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കാൻ സാധിക്കണം. വികസന ഉന്മുഖമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ഉണ്ടാവേണ്ടത്. അത് ഫ്ലെക്സിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതായിരിക്കരുത്. കൂറ്റൻ ഫ്ലെക്സിൽ മാത്രം വികസനം വന്നതുകൊണ്ട് നമുക്ക് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ അംഗീകരിക്കപ്പെടുന്നില്ല. ഈ ഒരു കാര്യം കൂടി വരുന്ന മുഖ്യമന്ത്രിയുടെ മനസ്സിൽ ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത്. അതിനേക്കാൾ കൂടുതൽ അത് താങ്കൾ പറഞ്ഞ തൊഴിലില്ലായ്മ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ, ചെറുപ്പക്കാർക്ക് ഇവിടെ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ, ഇത് പോയി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ജനങ്ങൾ ഇങ്ങനെ ബ്രെയിൻ ഡ്രെയിൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇത് തടയാനുള്ള മാർഗത്തെക്കുറിച്ച് ആരും പറയുന്നില്ല. ഇത് ഉണ്ടാകുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരായിക്കോട്ടെ, ആരും AICC ഓഫീസിലെ പ്യൂണാണെങ്കിൽ പോലും കേരളത്തിലെ വലിയ വ്യത്യാസം. ഇപ്പോഴത്തെ രീതി ആര് മുഖ്യമന്ത്രിയായി 140 MLA മുഖ്യമന്ത്രിയായ യോഗ്യരാണ്. കോൺഗ്രസ് ജയിക്കുന്ന 140 ജയിച്ചാൽ പോലും അവരെ ആക്കാൻ നോക്കുക. പിന്നെ ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ശബരിമല സ്വർണ്ണക്കൊള്ളയെക്കുറിച്ച് കഴിഞ്ഞ 2 ആഴ്ചയായിട്ട് അല്ല കഴിഞ്ഞ 1 മാസമായിട്ട് ഇലക്ഷൻ കഴിഞ്ഞ ശേഷമെങ്കിലും ഏതെങ്കിലും ഒരു കോൺഗ്രസ് നേതാവ് പ്രതികരിച്ചിട്ടുണ്ടോ ഞങ്ങളാണ് ഇവർ അറസ്റ്റ് ചെയ്യുമെന്ന്? രമേശ് ചെന്നിത്തലയ്ക്ക് പറയാമോ ധൈര്യമായിട്ട്? അതെ, പുതിയ UDF സർക്കാർ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ശബരിമല സ്വർണ്ണക്കൊള്ളയെ സംബന്ധിച്ച് എല്ലാ വിഷയവും ഞങ്ങൾ പുറത്തു കൊണ്ടുവരും, കുറ്റക്കാരെ ശിക്ഷിക്കും എന്ന് പറയാൻ സാധിക്കണം. നടപടികൾ കൈക്കൊള്ളാൻ സാധിക്കും. രമേശ് ചെന്നിത്തലയുടെ പേരെടുത്ത് പറയാൻ കാര്യം, മുരാരി ബാബു എന്ന് പറയുന്ന NSSന്റെ മാനേജർ, NSS കലോകത്തിന്റെ നേതാവുമായിരുന്നു. ആ മുരാരി ബാബുവിനെ അറസ്റ്റ് ചെയ്ത് നടപടി സുകുമാരൻ നായർക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. ഉറപ്പായിട്ടും അതെ, ദേവസ്വം എക്സിക്യൂട്ടീവ് മെമ്പറായിരുന്ന മുരാരി NSSന്റെ പ്രധാനപ്പെട്ട പ്രവർത്തകൻ തന്നെയായിരുന്നു. സുകുമാരൻ നായർക്ക് ഇഷ്ടപ്പെടാത്ത അറസ്റ്റായിരുന്നു അത്, ഉറപ്പായി. അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ പിണറായി വിജയന്റെ സഖ്യത്തിൽ നിന്ന് മാറിപ്പോകുന്നത് പോലും. പിണറായി വിജയന്റെ സഖ്യത്തിൽ നിന്നും വെള്ളാപ്പള്ളി അവസാനം സുകുമാരൻ നായർ മാറാനുള്ള കാരണം പോലും ഇതായിരിക്കും. സുകുമാരൻ നായരുടെ ആയുഷ്കാലം കടപ്പെട്ടിരിക്കുന്ന താക്കോൽ സ്ഥാനം മേടിച്ച് നൽകിയ സുകുമാരൻ നായർക്കെതിരായിട്ട് നിലപാടെടുക്കാൻ, ശിവകുമാറിനെതിരായിട്ട് നിലപാടെടുക്കാൻ രമേശ് ചെന്നിത്തല തൻ്റെ ഇടം കാണിക്കും. ഇത് കാണിക്കാതെ നിങ്ങൾക്ക് എങ്ങനെ ഇടതുപക്ഷത്തിൻ്റെ അഴിമതി എതിർക്കാൻ പറ്റും? അവിടെയാണ് ഈ കോംപ്രമൈസുകളുടെ കാലം വരാൻ പോകുന്നത്. അത്തരം കോംപ്രമൈസുകളിലേക്കാണ് പോകുന്നെങ്കിൽ നിങ്ങൾ സ്വയം നശിക്കുക മാത്രമല്ല, കോൺഗ്രസിനെ നശിപ്പിക്കുക മാത്രമല്ല, കേരളത്തിനെയും കൂടിയാണ് നശിപ്പിക്കുന്നത്. ഇവിടെ സാറ് പറഞ്ഞ പ്രത്യേകം പ്രസ്താവ്യമായ മറ്റൊരു കാര്യം, അതായത് ഈ
പോറ്റിയെ കേറ്റിയെ എന്നുള്ള ആ ഒരു പാട്ട് ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് UDF തന്റെ പ്രചരണ പരിപാടികളൊക്കെ ആരംഭിച്ചത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള ഇക്കുറി 2024 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയൊരു പ്രചരണ ആയുധം തന്നെയായിരുന്നു. അങ്ങനെയെങ്കിൽ ഈ UDF ജയിക്കുകയാണെങ്കിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വിശ്വാസികൾ നല്ലൊരു സമൂഹം UDF വോട്ട് ചെയ്ത് കാണും. കാരണം UDF അധികാരത്തിൽ വന്നാൽ ഈ വിശ്വാസി സമൂഹത്തിന്റെ വിശ്വാസ സംരക്ഷണത്തിന് വേണ്ടി ശബരിമലയിലെ ഈ കൊള്ള കണ്ടെത്തുന്നതിന് വേണ്ടി അവർ ഏതെങ്കിലും തരത്തിൽ നടപടി കൈക്കൊള്ളും എന്നുള്ള ഒരു രീതി തന്നെ ആയിരിക്കും അവർ അക്കാര്യത്തിൽ അവലംബിച്ചിട്ടുണ്ടാവുക. അതുകൊണ്ട് തീർച്ചയായും UDF അവരൊരു പ്രതീക്ഷ കൈക്കൊള്ളുന്നുണ്ട്, അവർ വോട്ട് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ആ വോട്ട് ചെയ്ത ആളുകളോട് നീതി പുലർത്താൻ UDF മുഖ്യമന്ത്രി തയ്യാറാകുമോ എന്നുള്ളതും ചോദ്യം തന്നെയല്ലേ. ഒരു ഹൈക്കമാൻഡിന്റെ ഇഷ്ടമല്ല അറിയേണ്ടത്. താങ്കൾ പറഞ്ഞ പോലെ ജനങ്ങളുടെ, കോൺഗ്രസിന് വോട്ട് ചെയ്ത ലക്ഷോപലക്ഷം ജനങ്ങളുടെ താല്പര്യമാണ് പ്രധാനം. ജനങ്ങളുടെ മനസ്സിൽ, ജനങ്ങളുടെ ചർച്ചയിൽ, ജനങ്ങളുടെ ചിന്തയിൽ, കേരളത്തിലെ ജനങ്ങളുടെ ചിന്തയിൽ ഇതിലെത്ര നേതാക്കന്മാരുണ്ട്? ഫലത്തിൽ ഇവരാരും നേതാക്കന്മാരാണെന്ന് സ്വയം വിചാരിക്കരുത്. ഇത് ജനങ്ങൾ നിങ്ങളെ ഓടിച്ചിട്ട് തന്ന വോട്ടാണ്. അത് തന്നതിന് കാരണമുണ്ട്. പിണറായി വിജയൻ്റെ പുറത്ത് ചവിട്ടാൻ മാത്രമല്ല, പിണറായി വിജയൻ പിന്തുടർന്ന തെറ്റായ നയങ്ങൾ തിരുത്താൻ കൂടിയാണ്. അതിനല്ല ഭാവം. ഇനിയും തർക്കിക്കാനാണ്, ഇനിയും പേഴ്സണൽ സ്റ്റാഫിൻ്റെ എണ്ണം കൂട്ടി നിലനിർത്താനാണ്, അവർക്ക് കൂടുതൽ ആനുകൂല്യങ്ങൾ കൊടുക്കാനാണ് ഭാവമെങ്കിൽ തീർച്ചയായിട്ടും പറയേണ്ടിയിരിക്കുന്നു നിങ്ങളുടെ കാര്യവും കട്ടപ്പുകയായി. അല്ല, നിലവിലുള്ള മുഖ്യമന്ത്രിയുടെ ഭരണവും ശൈലിയും പെരുമാറ്റ രീതികളും ശരിയല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഭരണവിരുദ്ധ വികാരം അല്ലെങ്കിൽ പിണറായി വിരുദ്ധ വികാരം ഉണ്ടായത്. അതിനെതിരായി ജനങ്ങൾ വിധി എഴുതി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ UDF അധികാരത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് തന്നെയായിരിക്കും. അങ്ങനെയാണെങ്കിൽ UDF അധികാരത്തിൽ വന്നതിന് ശേഷം ആ UDF മുഖ്യമന്ത്രി പിണറായി വിജയൻ പിന്തുടർന്ന പാതകളിലൂടെ പോകരുത് എന്നുള്ളത് ജനത്തിന് കൃത്യമായൊരു നിർബന്ധമുണ്ട്, അജണ്ടയുണ്ട്. അത് പാലിക്കാൻ തീർച്ചയായും UDF മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എങ്കിൽ, UDF അധികാരത്തിൽ വരികയാണെങ്കിൽ ആ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എങ്കിൽ വീണ്ടും പിണറായി വിജയൻ എത്രത്തോളം അപജയകരമായ രീതിയിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടു ചെന്നെത്തിച്ചത്, അതുപോലെ തന്നെ UDF അങ്ങനെ വരികയാണെങ്കിൽ തീർച്ചയായും ജനങ്ങൾ അതിന് കൃത്യമായ രീതിയിൽ പ്രതികരിക്കും എന്നുള്ളത് യാതൊരു സംശയവും വേണ്ട എന്നല്ലേ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക. ആ ജനങ്ങൾ പ്രതികരിക്കുന്നത് മാത്രമല്ല, കോൺഗ്രസ് ഇനിയിപ്പോൾ ഇത് അവസാനത്തെ ചാൻസാണ് കോൺഗ്രസിൻ്റെത്. ഈ പ്രാവശ്യം കൂടെ കോൺഗ്രസ് പരാജയപ്പെട്ടാൽ ഉറപ്പായിട്ടും CPMൻ്റെ കൂട്ട് കേരളത്തിൽ ഇല്ലാതാകുന്ന മോഡിയുടെ മുദ്രാവാക്യത്തിനെ നിങ്ങൾ അംഗീകരിക്കുന്നതിന് തുല്യമാകും. കോൺഗ്രസ് മുക്ത ഭാരതം എന്നുള്ളത് നിങ്ങൾ മോഡിയേക്ക് ദാനം ചെയ്യുന്ന ആ മുദ്രാവാക്യം മോഡിക്ക് നിങ്ങൾ ദാനം ചെയ്യുന്ന പോലെ കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡ് നേതാവായാലും ലോ കമാൻഡ് നേതാവായാലും ഏത് നേതാവായാലും ജനപിന്തുണ ഉള്ള നേതാക്കന്മാർ എത്ര പേരുണ്ടെന്ന് സ്വയം അറിയുക. ഗ്രൂപ്പ് പിന്തുണയുണ്ട്. ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടവരുടെ പിന്തുണ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾ വരുന്ന എയർപോർട്ടുകളിലും നിങ്ങൾ വരുന്ന റെയിൽവേ സ്റ്റേഷനുകളിലും നിങ്ങളെ സ്വീകരിക്കാൻ ഇവർ കാണും. പക്ഷേ ജനങ്ങൾ എത്ര പേരുണ്ട് മാത്രം ആലോചിച്ചാൽ മതി. ജനങ്ങൾ സ്വയം സംഘടിച്ചവരാണ്. നിങ്ങളുടെ കണ്ടുകൊണ്ട് മാത്രം സംഘടിച്ചല്ല. തൽക്കാലം ഇത്രയെങ്കിലും ബോധം നിങ്ങൾക്കുണ്ടായിരിക്കണം. അതെ, കേരളത്തിൽ ഇപ്പോൾ സാറ് പറഞ്ഞ പോലെ ഈ കുറി കോൺഗ്രസിന് രക്ഷപ്പെടാൻ സാധിച്ചില്ല, ഭരണത്തിൽ വന്നില്ല, അല്ലെങ്കിൽ ജയിച്ചില്ല എങ്കിൽ കോൺഗ്രസും കേരളത്തിലുണ്ടാകില്ല, UDF എന്ന സംവിധാനം ഉണ്ടാകില്ല. ഫലത്തിൽ ബംഗാളിൽ മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്ത് സംഭവിച്ചു അത് തന്നെ കേരളത്തിൽ UDF സംവിധാനത്തിനുണ്ടാകും, കോൺഗ്രസിനുണ്ടാകും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എന്തായാലും വരുന്ന മുഖ്യമന്ത്രി എങ്ങനെയായിരിക്കും എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. കാരണം എന്തായാലും പിണറായി വിജയന്റെ പോലുള്ള ഒരു മുഖ്യമന്ത്രിയെ ജനം പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനെ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയല്ല ജനങ്ങൾ വോട്ട് UDF അനുകൂലമായി രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അങ്ങനെയായിരിക്കും. ആ ഒരു പ്രതീക്ഷ പുലർത്താനും ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാനും UDF വരാൻ ഇരിക്കുന്ന സർക്കാർ UDF-ൻ്റെതാണെങ്കിൽ അവർക്ക് ആ രീതിയിൽ പെരുമാറാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് വലിയ തിരിച്ചടി തന്നെ വീണ്ടും ഉണ്ടാക്കും. എന്താണ് വരാൻ പോകണമെന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കും.